നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മോശമായാണ് കളിച്ചത്, പ്രത്യേകിച്ചും രണ്ടാം പകുതിയിൽ. ആദ്യ പകുതിയിലും മെച്ചപ്പെട്ട കളിയൊന്നും ആയിരുന്നില്ല, അതിനേക്കാൾ മോശമായിരുന്നു രണ്ടാം പകുതി. മൊത്തത്തിൽ നന്നായി കളിച്ചില്ല, ഇതിനേക്കാൾ കൂടുതൽ നന്നായി കളിക്കാമായിരുന്നു. ഇത് പറയുന്നത് വേറെ ആരുമല്ല, നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ കോച്ച് ലിയണൽ സ്കലോണിയാണ്. ഒരു കോച്ച് എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സ്കലോണി. മോശം കളി കളിച്ചു, അതിനെ അദ്ദേഹം ന്യായീകരിച്ചില്ല. അദ്ദേഹം പറയുന്നു മോശമായിട്ടാണ് കളിച്ചത്. അതൊരു സ്വയം വിമർശനമാണ്. ഇതിലും മെച്ചപ്പെടണം, ഇതിനേക്കാൾ പല മടങ്ങ് മെച്ചപ്പെടണം എന്ന് തന്നെയാണ് സ്കലോണി പറയുന്നത്. സത്യമാണ്, മൗറിത്താനിയക്കെതിരെ ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ മോശമായിട്ട് തന്നെയാണ് അർജൻറ്റീന കളിച്ചത്. 2-1 ജയിച്ചെങ്കിലും ഒരു കാരണവശാലും നല്ല കളി എന്ന് പറയാനാകില്ല. ജയിച്ചു, അത് പറയാം, അത്രയേ ഉള്ളൂ. സാങ്കേതികമായി ജയിച്ചു. മൗറിത്താനിയ ഗംഭീരമായി കളിച്ചു. അർജൻറ്റീനയെ പോലെ വലിയൊരു ടീമിനെതിരെ യാതൊരു സഭാകമ്പവും ഇല്ലാതെ, യാതൊരു പേടിയില്ലാതെ നന്നായി കളിച്ചു. കുറേയധികം അവസരങ്ങൾ ഉണ്ടാക്കി, അതിലൊന്ന് അവർ ഗോളടിക്കുകയും ചെയ്തു. അതിപ്പോൾ സ്കലോണി അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ സ്കലോണി ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ സംഭവിച്ചല്ലോ, ലോകകപ്പിനിടയിലൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായേനെ. ഇതിപ്പോൾ സംഭവിച്ചത് കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ കഴിയും, കുറേയധികം കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും. അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ സഹായം ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ കളിക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാ കളിക്കാരും നല്ല സംഭാവനകൾ നൽകണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാനാവുള്ളൂ, മികച്ച പ്രകടനം ലോകകപ്പിൽ കാണിക്കാനാവുള്ളൂ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. മൗറിത്താനിയക്കെതിരെയുള്ള കളിയിൽ, സ്വന്തം ടീമിൻ്റെ കളിയിൽ അദ്ദേഹം തൃപ്തനല്ല, അത് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും പറഞ്ഞത്. നമ്മൾ മെച്ചപ്പെട്ട് കളിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നല്ല കളി കളിക്കണം, ഇത് പോരാ. അപ്പോൾ ടീമിന് ഒന്നടങ്കം ആ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് സ്കലോണി പറഞ്ഞത്, യുവതാരം പണിച്ചെല്ലിക്ക് പറ്റിയ പരിക്ക് അത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതാണ്. അതിൽ കുറച്ച് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകകപ്പ് നഷ്ടമാകും പണിച്ചെല്ലിക്ക് എന്നാണ് അറിയുന്നത്. അത് യുവതാരത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് സ്കലോണി എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. എന്തായാലും മൗറിത്താനിയക്കെതിരെയുള്ള കളിയിൽ കോച്ച് തൃപ്തനല്ല, അതിനെ സ്വയം വിമർശനാത്മകമായാണ് കാണുന്നത്. കുറേ ഏരിയകളിൽ അദ്ദേഹം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതുവഴി നടത്തും എന്നത് ഉറപ്പാണ്. എന്തായാലും ഗംഭീരമായ ഒരു ഉത്തരം എന്ന് തന്നെ സ്കലോണിയോട് ചോദിച്ചാൽ, നിങ്ങളെങ്ങനെ കളിച്ചു നന്നായി എന്ന് ചോദിച്ചാൽ, ഇല്ല, മോശമായിട്ടാണ് കളിച്ചത് എന്ന് പറയുന്ന ഒരു കോച്ചാണ് അയാൾ എന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും നല്ല കാര്യമായിട്ടാണ്